ഒരെണ്ണം കൂടി ഉണ്ട്. മുള നോക്കണ വേണ്ട, ഇതേപോലെ മുള വരുമ്പോഴാണ് നമ്മൾ നട്ടു കൊടുക്കണത് കേട്ടാ. അപ്പോൾ ചെത്തി കൂട്ടുന്നത് ഇടും, ചവറിടും, അടിച്ച് വാരി ഇടുന്നത് ഒക്കെ ഇടും, കോഴിക്കാട്ടും ഇടും, അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടും. ഇതൊക്കെ രണ്ടെണ്ണല്ലേ? ഒരു ചെറുത് എൻ്റെ ചെറിയ വിത്തുകളും വലുതായിട്ടുണ്ട്. നമ്മൾ കുറേ മുന്നേ വെച്ച് സുന്ദരി ചീര. ശരി ശരി, ഇവിടെ കിടന്നോ, വെയിലത്ത് കിടന്നോ കുറച്ച് നേരം. അങ്ങനെ ഓയിൽമെൻറ്റും മരുന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പത്തേ മാറി വരണുള്ളൂ. ഇവരാണ് ആ ആൾക്കാർ. നല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. ഇന്നേ ഫസ്റ്റ് എൻ്റെ അബ്ദാട്ടാ പറ്റി നോക്കണത്. വേറെ ഒന്നല്ല, ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടാണ് നമ്മൾ വഴുതിരിങ്ങ പൊട്ടിക്കാൻ വന്നത്. സ്റ്റാൻഡ് വെച്ച് നമ്മുടെ ഫോൺ ഓണാക്കാണ്ടാണ് ഞാൻ വഴുതിരിങ്ങ പൊട്ടിച്ചത്. എന്നിട്ട് രണ്ടാമത് സ്റ്റാൻഡ് എടുത്ത് നമ്മുടെ കുക്കമ്പർ പൊട്ടിയാണ് ഇനി പോണത്. അങ്ങോട്ട് നീക്കി വയ്ക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായത് അയ്യോ നമ്മൾ ഫോൺ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതാ ഇത്രയും വഴുതിരിങ്ങ നമുക്കിന്ന് പൊട്ടിക്കാൻ കിട്ടിയിട്ടാ. അപ്പം അങ്ങനെ ഒരു അബ്ദം, ഇപ്പം എന്താണോ അബ്ദങ്ങൾ മാത്രമാണ് പറ്റണേ. കുറേ അബ്ദങ്ങൾ പറ്റിട്ട് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് കുക്കമ്പർ പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ കുക്കമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം കുക്കമ്പർ പൊട്ടിക്കണം കാണിക്കുന്നു. പക്ഷേ ഇപ്പോഴും കുക്കമ്പറിൻ്റെ കാലാവധി കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 കുക്കമ്പറായിട്ട് എനിക്ക് പൊട്ടിക്കാനുള്ളത്. ഒരെണ്ണം നമ്മുടെ വൈറ്റ് സ്നോ കുക്കമ്പർ, ഇതിപ്പോൾ ചെറുതായി തുടങ്ങി. പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു കുക്കമ്പർ. ഇത് നല്ല നീളമുള്ള ഒരു കുക്കമ്പർ കേട്ടോ. പക്ഷേ ഇതും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ അടിവശം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്നിട്ട് ഇത് കാലാവധി കഴിഞ്ഞു എന്ന്. പക്ഷെ അങ്ങനെയല്ല, നോക്കിയേ ഇപ്പോഴായാലും കണ്ടോ ഇതിൻ്റെ ഇവിടെ ഈ തലയ്ക്കൊക്കെ ഉണ്ടാവണം വേണ്ട. പിന്നെ അത് മാത്രമല്ല, ഇത് കയറി ഇങ്ങനെ പോകേണ്ടത് നമ്മളൊരു കൊള്ളിത്തറയിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയേ ഈ അടിയിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നോക്കിയോളൂ കേട്ടോ, ഇത് എല്ലാക്കിലും നോക്കിയേ കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കയറി പോവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവർ നന്നായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. കാരണം ഈ കുക്കമ്പറിൻ്റെ പ്രത്യേകത ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട കുക്കമ്പറായ കാരണം നമ്മുടെ തുടക്കം നമ്മളിത് ഫസ്റ്റിലും തൊട്ട് പൊട്ടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടി തൊട്ടാണ് നമുക്കിത് കായ ഉണ്ടായിരുന്നത്. അങ്ങനെ അടിയിലത്തെ പൊട്ടിച്ച് കഴിഞ്ഞ് മുകളിലേക്ക് പോകും തോറും ഇവിടുത്തെ ഉണ്ടാവില്ല കുറച്ച് കുറഞ്ഞു. പക്ഷേ ഇതിൻ്റെ തല നീണ്ടു പോകണേ ഞാൻ ഇപ്പുറത്ത് കാട്ടിയാന്നില്ല. ഈ തലയമേയാലും അതേപോലെ തന്നെ ഇങ്ങനെ നീണ്ടു പോണ തലയമേയാലും കുക്കമ്പർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കയ്പ്പയ്ക്ക പൊട്ടിക്കാം. ഇത് നമ്മുടെ ഇതാട്ടാ പൊതിനയുടെ ഇടയിലേ പുല്ലുണ്ട്. ഈ പുല്ല് വലിക്കണം. കാരണം പൊതിനയുടെ ഇടയിലൊന്നും പുല്ല് നിൽക്കുന്നത് ശരിയാവില്ല. അപ്പം ഇന്ന് അത് വലിക്കണമെന്ന്. നമ്മുടെ ക്യാരറ്റ് നോക്കിയേ കണ്ടോ. ഈ ക്യാരറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അവിടുത്തെ പറമ്പിൽ ക്യാരറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആ പറമ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കാട്ടിത്തരാം. അത് ഇത്രയ്ക്ക് വലുപ്പമായിട്ടില്ല, കാരണം ഇത് വെച്ചതിന് ശേഷമാണ് അവിടെ വെച്ചത്. പിടിച്ച് കിട്ടി കണ്ട. ക്യാരറ്റൊക്കെ നമ്മുടെ മുന്നിൽ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം കേട്ടോ. നമ്മൾ നന്നായിട്ട് നമുക്ക് ക്യാരറ്റ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ കയ്പ്പയ്ക്ക, ഈ കയ്പ്പയ്ക്ക ഇപ്പോൾ നമ്മളിപ്പോൾ പൊട്ടിച്ചിട്ടുള്ളത് ഒരുവിധമൊക്കെയും. അതായത് ഈ കയ്പ്പയ്ക്ക ആയാലും നമുക്കറിയാം മഴക്കാലത്ത് ഞാൻ എപ്പോൾ പൊട്ടിക്കുമ്പോഴും കയ്പ്പയ്ക്കായെ കുറിച്ച് പറയാറുണ്ട്. കാരണം മഴക്കാലത്ത് വെള്ളം നിന്നിട്ട് അതിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടായി കിട്ടിയപ്പോൾ നമ്മൾ പന്തലിട്ട് കൊടുത്ത് കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നോക്കി നല്ല നീളമുള്ള കയ്പ്പയ്ക്കായിട്ടാണ് അതുമത്തെ ഉണ്ടാവണത്. അപ്പോൾ നമുക്കത് കളയാൻ തോന്നുന്നില്ല. ഇതിൻ്റെ ചെടി കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ കടവശമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ കാലാവധി കഴിഞ്ഞ് നമ്മൾ കുക്കമ്പറിൻ്റെ കാട്ടിയ പോലെ. പക്ഷേ ഈ തല വലുതായി പോണതിൻ്റെ അവിടേക്കൊക്കെ ഇപ്പോഴും കയ്പ്പയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നീളമുള്ള കയ്പ്പയ്ക്കായിട്ടാണ് കാട്ടിത്തരാം. കണ്ടോ എന്ത് നല്ല കയ്പ്പയ്ക്കാന്നറിയോ. അതിങ്ങനെ ഇതേ കണ്ടോ.
അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടായി വരുമ്പോൾ തന്നെ അറിയാം നല്ല നീളമുള്ള കയ്പ്പക്കായ എന്നുള്ളത്. പിന്നെ എന്ത് കവറൊക്കെ ഇട്ടിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇതും അതുപോലെ അതെ ഇവിടേക്ക് കേട്ടാ നമ്മുടെ പീച്ചിങ്ങ കണ്ടു. പീച്ചിങ് നമുക്ക് 2-3 പൊട്ടിക്കാനുള്ളതുണ്ട് കേട്ടാ. 3 ഇതൊക്കെ പൊട്ടിക്കാം. പക്ഷെ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ആവും. പക്ഷെ നമുക്ക് പൊട്ടിക്കാം അതും. പീച്ചിങ്ങ കണ്ടോ, കുഞ്ഞ് പീച്ചിങ്ങ ഇതേപോലെ ആയിട്ടിരിക്കുക. നമ്മളെ കഴിഞ്ഞ വട്ടം നമ്മുടെ എന്താ പറയുക നിത്യവൈദ്യനിയെ കാട്ടിയപ്പോൾ പറഞ്ഞു നിത്യവൈദ്യനിയെ കാണാത്തവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി തൊട്ട് എന്ത് സാധനം നമ്മൾ സൂം ചെയ്ത് കാണിക്കുക എന്നുള്ളത്. അതാണ് ഞാൻ ഇപ്പോൾ ഈ പീച്ചിങ്ങയിലും ഇതേപോലെയാണ് ചെറുതും ഓക്കെ. ഒരെണ്ണം കൂടി ഉണ്ട്. 12 മുകളിലായിട്ടുണ്ടായി നിൽക്കണേ. താഴേക്ക് വരാൻ പറ്റുന്നുണ്ട്. ഒയ്യേ ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിത്യവൈദ്യൻ ഇങ്ങനെ ഒന്നടുത്തേക്ക് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാട്ടിത്തരാട്ടാ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിവിടെ ഉള്ളി നന്ന് കാട്ടിയില്ലേ നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ നോക്കിയേ എല്ലാം മുളച്ചു കൂട്ടാ. ഇതേ നിത്യവൈദ്യനിക കാണാനൊക്കെ നല്ല ഭംഗിയാട്ടാ. വേപ്പിലും കൂടി പൊട്ടിച്ചുകൊണ്ട് പോന്നു. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് നമ്മുടെ പീച്ചിങ് കൊണ്ട് ഒരു കറി വെക്കാനായിട്ട് പോകണം. പീച്ചിങ് കൊണ്ട് കറി വെക്കണം. പിന്നെ നമ്മുടെ വഴുതിരിങ്ങ ഒന്ന് പൊരിക്കും വേണം. അപ്പോൾ നമ്മുടെ പീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളിതിൻ്റെ മുകളിലത്തെ തൊലിയും കാര്യങ്ങളൊന്നും അങ്ങനെ കളയില്ല. കുറച്ച് ഭാഗം മാത്രമേ കളയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. പീച്ചിങ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പീച്ചിങ്ങിന് ഈ ഒരു ഞെട്ടുഭാഗം നമ്മൾ കളയും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടി കളയും കേട്ടോ. പിന്നെ അതേപോലെ ഈ ഒരു പൊന്തി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ട് കേട്ടോ. നമ്മൾക്ക് കായടിക്കും കളയില്ലേ, അതേപോലെ ഈ ഒരു ഭാഗം കൂടി ഇങ്ങനെ കളയണം. ഇതിൻ്റെ എല്ലാ സൈഡിലും ഉണ്ട് ഇങ്ങനെ കണ്ടോ, കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തന്നെ കളയണം. കണ്ടോ, ഇതേപോലെ നമ്മളെല്ലാം കളഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതാ നമ്മളിതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇത് ചള്ളാണ്. അത് ചള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കാത്ത ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചോറ് കളയണമെന്നൊന്നുമില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കളഞ്ഞാൽ മതിട്ടോ. കൂടുതൽ കളയേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇത് എന്താ പറയുക ഒരു കുരുന്നായിട്ടില്ല. അപ്പോൾ ഇതാ ഇത്രയും വെറുതെ ഒന്ന് കളഞ്ഞാൽ മതി. ഇത് കളയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാനിത് ചെറുതായിട്ടൊന്ന് കളയണുള്ളൂ. കുറേ പേര് ഇങ്ങനെ ആയാലും കളയേ. അപ്പം ഞാനിത് ഇവിടുത്തെ ഒന്നും കളയണില്ല കേട്ടോ. ചെറുതായിട്ട് കുരു നിൽക്കുന്ന ഒരു ഭാഗം മാത്രം കളയണുള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഒന്നും ഞാൻ തീരെ കളയണില്ലേ. ഈ ഭാഗത്തേക്കൊന്നും തീരെ കുരുവില്ല, കാരണം അത്രയും മൂക്കാത്തതാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പീച്ചിക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് വേവണതാണ്. അപ്പോൾ ഇതാ നമ്മൾ ചെറുതാക്കി ഒന്ന് ഇതേപോലെ അരിഞ്ഞ് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കണ്ടോ. ഇതേപോലെ നമുക്കിതാ നുറുക്കിയെടുക്കാം. വഴുതിനിങ്ങനെ നോക്കിയാൽ നമ്മൾ വറക്കാനാട്ടോ ഞാൻ
അപ്പോൾ നമ്മൾ വഴുതനങ്ങേരെ ഈ സൈഡിലത്തേക്ക് കളയും. നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഞാനിതൊക്കെ എടുക്കാറുണ്ട് കേട്ടോ, നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ആയിട്ട്. പക്ഷെ വറക്കുമ്പോൾ ഞാനത് എടുക്കാറില്ല. അതേപോലെ തന്നെ ഈ ഒരു സൈഡ് കനം കുറച്ചിട്ട് ഒന്ന് ചെത്തി കളയും. അതേപോലെ ഇപ്പുറത്തും ഒന്ന് നമ്മൾ കനം കുറച്ച് ചെത്തി കളയും കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ കളയും. എന്നിട്ടിതാ ഈ തണ്ടടക്കാണ് ഞാനിതാ ഒരു വഴുതനങ്ങനെ 2 പീസാക്കിയിട്ടാട്ടോ എടുക്കുന്നത് കേട്ടോ, ഇങ്ങനെ നടുമുറിച്ചിട്ട്. എന്നിട്ടിതാ ഇതേപോലെ ഒന്ന് ആക്കും, നമ്മൾ മീനൊക്കെ വരയണ പോലെ തന്നെ കേട്ടോ. എന്നിട്ടിതാ അതേപോലെ തന്നെ ഇവിടെയും കാണിക്കും. വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു പൊറ്റ് വെളുത്തുള്ളി, പഴുത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച്. പിന്നെ ഇതാ ഒരു കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടിക്ക് പ്രാധാന്യമില്ല, എന്നാലും ഇതാ ഒരു നുള്ള മല്ലിപ്പൊടി, ഒരു നുള്ളിന് ഇടുള്ളൂ കേട്ടോ. ഇതാ ഒരു ഇത്തിരിയോളം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുക്കും. നമ്മളിതാ ഇതേപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വഴുതനങ്ങ എടുത്തിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവേണ്ട പോലെ തന്നെ ഇങ്ങനെ ആക്കാം കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുക്കാം. നല്ല രസമായിട്ട് ഇങ്ങനെ ആക്കിയാൽ കനം കുറച്ച് വറക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ആയാലും നല്ല രസമാണ്. നന്നായിട്ട് ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ പാൻ വെച്ച് വെളിച്ചെണ്ണയ്ക്ക് ചൂടായി വന്നപ്പോൾ നമ്മളിതാ വഴുതനങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാട്ടോ നമ്മൾ വറുത്തെടുക്കുക. നമ്മൾ പീച്ചിങ് വെക്കുന്നത് നമ്മൾ ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ച് കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് ഇതേപോലെ മൂത്ത് വന്നു. ഈ സമയത്ത് നമ്മളിതാ അരിഞ്ഞ് വെച്ച് നമ്മുടെ പീച്ചിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പീച്ചിങ്ങിൽ നമ്മൾ കഴുകി വാരിയെടുത്ത വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല. ഇനി നമുക്കിതിലേക്ക് ഇത്തിരിയോളം ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, കാരണം പീച്ചിങ് വാടി വരുമ്പോഴേ കുറച്ചുണ്ടാവുള്ളൂ. മൂടി ഒന്നും വെക്കില്ല, തുറന്ന് വെച്ച് തന്നെയാട്ടോ നമ്മൾ വേവിക്കുക. ഇതേപോലെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തുറന്ന് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വേവിട്ടാണ്. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് തന്നെ ഇത് വേവും. ഒന്ന് വാടിയാൽ മതി. വഴുതനങ്ങ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. വഴുതനങ്ങ റെഡിയായി. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ പീച്ചിങ് ഇതാ റെഡി ആയിട്ടാ. ഈ പീച്ചിങ് ഉണ്ടല്ലോ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് പല തരത്തിലും വെക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മെഴുക്ക് കൂട്ടി ഉണ്ടാക്കുന്നതാണ്. അത് ഉള്ളിമുളകും വേപ്പിലൊക്കെ കൂടി ചതച്ചിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതും റെഡിയായി. പിന്നെ ഇന്നലെ വെച്ചിട്ടുള്ള നമ്മുടെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. മുളക് ഇട്ടിട്ട് വറ്റിച്ചിട്ടുള്ള മീൻകറിയാണ്. പിന്നെ നമ്മുടെ വഴുതനങ്ങ പൊരിച്ചത്. അപ്പോൾ എൻ്റെ ഉച്ചവരെയുള്ള എല്ലാ കാര്യങ്ങളും കഴിച്ച് വെച്ചിട്ടാട്ടോ നമ്മളിന്ന് പറമ്പിലേക്ക് ഇറങ്ങുന്നത്. ഇനി നമ്മുടെ പുറത്തെ ഒരാവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോകാം നമുക്ക്. ഇനി നമ്മളെ അവിടുത്തെ പറമ്പിലേക്ക് പോവാണ്. നമ്മുടെ കപ്പലണ്ടിയൊക്കെ നടാനുണ്ട്.
ഷേട്ടെ ഞാൻ അടുത്തെത്തിയിട്ട് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഷേട്ട് അറിയണ. അപ്പോൾ ഷേട്ട് എനിക്ക് കപ്പലണ്ടി നടാനുള്ള സ്ഥലമായിട്ടത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചക്ക് മുന്നേ ആയിട്ട് കുമ്മായൊക്കെ ഇട്ട് ഈ മണ്ണിങ്ങനെ കൊത്തിളിക്കിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഷേട്ട് തടാക്കാണ് ഇങ്ങനെ. ഈ ചാരിന്നൊരു ചേനര കിട്ടിട്ടാ. ചേനയുടെ ചേന 2-3 അല്ലേ? ഒരു ചെറുത് എന്നുള്ളതാണ് എൻ്റെ ചെറിയ വിത്തുകളും. നല്ല വിത്തുള്ള നല്ല കളമുണ്ട്. അപ്പോൾ നോക്കിയേ, നല്ല വിത്തൊക്കെയുള്ള നല്ല അടിപൊളി ചേന. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ വിത്തൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ശരിക്കും ഇവിടെ ഈ ചാലായിരുന്നു, അതേറെ കണ്ടില്ലേ ഈ ഭാഗത്തായിട്ടല്ലേ? എൻ്റെ കളമുണ്ട്, അതായിരുന്നു. കുഴപ്പമില്ല ഷേട്ട്, നമുക്ക് ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു ഉപ്പേരി വയ്ക്കുക, അല്ലെങ്കിൽ രാവിലേക്ക് ആയിട്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേട്ടാ നടാല. അപ്പം ഇതിലൊരു കറുത്തൊരു ഉറുമ്പ് അല്ലേ? ഈ ഇങ്ങനത്തെ കറുത്തുറുമ്പ് എൻ്റെ കൈമ കടിച്ചിട്ട് കുറേ നാൾ എനിക്ക് ഒരു എന്താ പറയുക, ഉറുമ്പ് തന്നെയാണോ, ഒരു സ്കിന്നും ഒരു കളർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അത്യാവശ്യം കുറച്ച് മരുന്ന് എന്താ പറയുക, സ്കിന്നിൻ്റെ ഡോക്ടറൊക്കെ കാട്ടി അങ്ങനെ ഓയിൽമെൻറ്റും മരുന്നും ഒക്കെ ഉണ്ടായിരുന്നു. അതേ മാറി വരണുള്ളൂ. ഇവരാണ് ആ ആൾക്കാർ. നല്ല കറുത്തിട്ടുള്ള വലിപ്പുള്ള ഉറുമ്പില്ലേ, അങ്ങനത്തെ ഉറുമ്പ്. ഇതിപ്പോൾ ഞാൻ വെറുതെ വരലുണ്ട് കുത്തി വെച്ചാൽ നല്ല മണ്ണിളക്കുള്ളതാ. വെറുതെ ഇങ്ങനെ കണ്ട കുത്തുമ്പോ ഇങ്ങനെ നല്ല പൊടി പോലെ നമ്മൾ മണ്ണിനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നട്ടു കൊടുക്കണേ. പിന്നെ അത് മാത്രമല്ല, നോക്കിയാൽ നമ്മുടെ കപ്പലണ്ടി കണ്ടത്. നമ്മുടെ എന്താ പറയുക, കപ്പലണ്ടി താഴെ പോയി. കപ്പലണ്ടി മുള വന്ന് നോക്കണ വേണ്ട. ഇതേപോലെ മുള വരുമ്പോഴാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഇന്നലെ തലേദിവസം ഒരു 2 മണിക്കൂർ, അതായത് ഇന്നലെ ഒരു 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടു. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചു. പിറ്റേ ദിവസത്തേക്ക് ഇതേപോലെ മുള വരും. ഈ മുള ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ഷായിട്ട് നല്ല പൊടിമണ്ണ് പോലെയാണ് ആക്കി തന്നെ നോക്കണേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കുറേ താത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെങ്കിൽ ഒരു വടി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അതല്ലെങ്കിൽ വിരലുകൊണ്ട് വെറുതെ ഇതിങ്ങനെ ആക്കുക. എന്നിട്ട് ഇതിങ്ങനെ ആക്കി കൊടുത്തിട്ട് ഈ മുള മുകളിലേക്ക് നിൽക്കണ പോലെ ആക്കിയിട്ട് വെറുതെ ഒന്നിങ്ങനെ മണ്ണുകൊണ്ട് തട്ടി കൊടുത്താൽ മതി. അത്ര ചെയ്യണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ അത്യാവശ്യം മണ്ണൊക്കെ ഇടേണ്ടതാണ്. അപ്പോൾ ഒരു അടി ഗ്യാപ്പിൽ നമുക്ക് തട്ടി കൊടുക്കാം. വീണ്ടും കണ്ട ഇതേപോലെയായിട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വരി ഇങ്ങനെ നട്ടിട്ട് പിന്നെ എനിക്ക് അവിടെ 2 വരിയും കൂടി നടാം. അങ്ങനെ മൊത്തം 4 വരിയായിട്ട് നടാവുന്ന രീതിയിലുള്ള തടാട്ടം നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരടി വ്യത്യാസത്തിൽ. പിന്നെ ഈ കപ്പലണ്ടി നമ്മൾ വിത്ത് കപ്പലണ്ടി എന്നല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു ഉള്ളി നട്ടപ്പോൾ നമ്മൾ സാധാരണ പീടികയിൽ നിന്ന് മേടിക്കുന്ന ഉള്ളിയാണ് നമ്മൾ നട്ടു കൊടുത്തതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ കപ്പലണ്ടി ആയാലും നമ്മൾ സാധാരണ വീട്ടാവശ്യത്തിന് നമ്മൾ പച്ചക്കപ്പലണ്ടി മേടിക്കലോ, അങ്ങനത്തെ പച്ചക്കപ്പലണ്ടി മേടിച്ചിട്ട് അതാണ് നമ്മൾ ഇതേപോലെ മുളപ്പിച്ചെടുത്തിട്ട് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നട്ടിട്ട് നമുക്ക് വിളവ് നന്നായിട്ട് കിട്ടാറുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ കപ്പലണ്ടി വിളവെടുത്തിട്ട് ആ കപ്പലണ്ടി കൊണ്ട് നമ്മൾ എന്താ പറയുക, മസാല കപ്പലണ്ടി ഉണ്ടാക്കിയതൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് നമുക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് കപ്പലണ്ടി ഉണ്ടായി കിട്ടിയതില്ലേ, അതിൻ്റെ ആ ഒരു ഭാഗം കാണിക്കാം. കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ നമ്മൾ ഉള്ളിയുടെ അതേപോലെ കാട്ടിയ പോലെ ഇതിലെ കപ്പലണ്ടി കിട്ടിയിട്ടുള്ള കാര്യം കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നടാം. അപ്പോൾ നമ്മുടെ ഒപ്പത്തിന് തന്നെ എല്ലാവർക്കും നട്ടുകൊടുക്കാം. കാരണം എനിക്ക് കഴിഞ്ഞ നമ്മുടെ ഉള്ളിയുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടൊരു കമൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ഉള്ളി നടുന്നത് കാണിച്ചിട്ട് ഒരു ചേച്ചി അപ്പം തന്നെ കുറച്ച് ഉള്ളി നട്ട കാര്യം പറഞ്ഞു. ചട്ടിയിലാണ് ആൾ നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ കപ്പലണ്ടി മേടിച്ചിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പത്തിന് തന്നെ വിളവെടുക്കാം. കാരണം നമ്മളിതിനെ വളരേണ്ട കാര്യങ്ങളും കാണിക്കും. അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മുടെ കപ്പലണ്ടി നടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു തടം കൂടി നട്ടു കൊടുക്കും. പക്ഷേ അവിടെ കളച്ച് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ നോക്കി നമ്മൾ ഇതേപോലെ തന്നെ നട്ടിട്ട് നമ്മുടെ വീട്ടിൽ ഇതിന് മുന്നേ കപ്പലണ്ടി വിളവെടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. വേണ്ട എല്ലാ വേരും കപ്പലണ്ടി ഉണ്ടാവും ചെയ്യും. അതേപോലെ തന്നെ കട പറിക്കുമ്പോൾ നോക്കിയോളട്ടെ, കടയും മേയലും നന്നായിട്ട് കപ്പലണ്ടി നമുക്ക് പിടിച്ച് കിട്ടാറുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ തന്നെ കപ്പലണ്ടി വിളവെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷവും നമ്മളിപ്പോൾ കപ്പലണ്ടി നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ വട്ടം കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ കപ്പലണ്ടി നടുമ്പോഴേ 1 മണി ഇടുന്നിടത്ത് 2 മണി ഇട്ടാലും 3 മണി ഇട്ടാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം നമുക്ക് മുളക്കില്ല, അല്ലെങ്കിൽ തൈ ഉണ്ടായി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ 2-3 ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ ഇത്തിരി ശോഷിച്ച മണിക്കാണെങ്കിൽ അവിടെ 2-3 ഒക്കെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കപ്പലണ്ടി, പിന്നെ നമ്മുടെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉള്ളിക്ക് വളമിട്ടത് കാട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, നോക്കിയാൽ ഉള്ളി ഒന്നുകൂടി കാട്ടിത്തരാം. ഇതാ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നോക്കിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നന്നായി നനച്ചു കൊടുക്കണം എന്നുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കളപ്പുല്ല് തീരെ വരാണ്ട് നോക്കണം. കണ്ടോ, നമ്മൾ അന്ന് ഇടുമ്പോൾ 2 ദിവസം മുന്നാണ് നമ്മൾ വളം ഇട്ട് കൊടുത്തത്. അപ്പം ഞാനൊരു തരി പോലും കളപ്പുല്ലില്ലാണ്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോഴേക്കും കണ്ട വരുന്നത് ഇതില്ലാണ്ട് എന്നെ നോക്കി കൊണ്ടുവരണം നമ്മൾ. കാരണം എന്താ പറയുക, കളപ്പുല്ലുണ്ടായാലേ ഈ ഉള്ളി വലുതായി വരുമ്പോൾ ഈ കളപ്പുല്ലിൻ്റെ വേര് അതിൻ്റെ കടക്കിലേക്ക് പോയിട്ട് ഉള്ളി നന്നാവില്ല. അതാണ് കളപ്പുല്ല് നമ്മൾ വെക്കല്ലേ എന്ന് പറയുന്നത്. പിന്നെ ഈ വളം മുഴുവൻ വലിച്ചെടുക്കുക കളപ്പുല്ലായിരിക്കും. നമ്മുടെ ഉള്ളിക്കൊന്നും ഒരു വളം കിട്ടില്ല. അപ്പോൾ ഉള്ളി നമ്മൾ വിചാരിച്ച പോലെ വലുപ്പ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ നമ്മുടെ ഈ തടത്തിലത്തെ ഉള്ള കളപ്പുല്ല് വലിച്ച് കളയട്ടെ. നമ്മൾ ശരിക്കും നമ്മുടെ വീഡിയോയിൽ എന്താ പറയുക, സ്ഥിരം കാണുകയാണെങ്കിൽ നമ്മൾ ഓരോന്നിനും നമ്മൾ ചെയ്യണ വളങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും നമ്മൾ കാണിക്കാണ്ട് ഒന്നും കടന്നു പോകണില്ല. പ്രത്യേകിച്ച് പറമ്പിലത്തെ ഈ പച്ചക്കറികൾക്ക് ചെയ്യണ കാര്യങ്ങൾ. കണ്ടോ, നമ്മൾ 2 നേരം നനയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല നനവ് നിൽക്കണമുണ്ട്. എന്നാൽ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, വെള്ളം കൂടുതലും ഇല്ല. ആ രീതിയിലാട്ടോ നമ്മൾ നനച്ചിട്ടുള്ളതൊക്കെ. പിന്നെ നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഉള്ളിയുടെ തണ്ട് അരിയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. ഉള്ളിത്തണ്ട് ഇപ്പോൾ നോക്കിയത് ഒടിയണു. ഈ ഒടിയണതൊക്കെയും നമ്മളിങ്ങനെ ഉള്ളി എടുത്ത് നമ്മൾ തോരൻ വയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, ചമ്മന്തിയിലേക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കില്ല. ഇപ്പം നോക്കിയേ, കാണുമ്പോൾ വല്ല കളപ്പിലുള്ള പോലെ തോന്നും. വലിച്ചു വരുമ്പോൾ കണ്ട, നമ്മൾ ഇങ്ങനത്തേക്ക് നട്ട് കഴിഞ്ഞാലേ നമ്മൾ ഒന്ന് കൈകൊണ്ട് പിടിക്കാറാകുമ്പോൾ തന്നെ പുല്ല് ഈ കളപ്പുല്ലൊക്കെ വലിച്ച് കളഞ്ഞോളൂ കേട്ടാ. എന്തൊരു വേഗം മുളയ്ക്കണേ. പിന്നെ ഉള്ളി കൃത്യം നമ്മളോട് അതും ഒരു കമൻറ്റ് വന്നിട്ടായിരുന്നു, ഉള്ളി എത്ര ദിവസം ആകുമ്പോഴാണ് വിളവെടുക്കുക എന്നുള്ളത്. 60-70 ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വിളവെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തടത്തിലത്തെ ഏതാണ്ടൊക്കെ വലിച്ച് ഇപ്പുറത്തെ തടത്തിലുണ്ട്, അതുകൊണ്ട് വലിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ 2 ഉള്ളിത്തടത്തിലത്തെ നമ്മുടെ കളപ്പുല്ല് വലിക്കൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് അതേപോലെ ഒരു തടം കൂടി നമ്മൾ അന്ന് നട്ടു കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നോക്കിയാൽ നമ്മളെ ഇതെങ്ങനെ കിടക്കില്ലിട്ടാ, കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നൊക്കെയും അതിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ പയറായിട്ട് നട്ടു കൊടുത്തിട്ടുള്ളത്. ഒക്കെ പയറും തൈകൾ നല്ല ഭംഗിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പയറിനെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിൽ, കവച്ച് ഇപ്പോൾ മേടിക്കാനില്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്ത് നോക്കിയതാണ്. അതായത് നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഹാൻഡ് വാഷ്, പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി. അപ്പോൾ ഒരു ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ ഹാൻഡ് വാഷും മതി. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി കുറ്റ്. ഇതെല്ലാം കൂടി നന്നായിട്ട്, അതായത് വെളുത്തുള്ളിക്ക് നന്നായി ചതയ്ക്കുക. പിന്നെ ഹാൻഡ് വാഷും ഈ എന്താ പറയുക നമ്മുടെ വിനാഗിരിയും കൂടിയിട്ട് നന്നായി ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുലുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചതച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ അത് അരിച്ചൊഴിക്കുക. എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ആക്കിയിട്ട് ഇവർക്ക് തളിച്ചു കൊടുത്താലേ ഈ കറുത്ത നമ്മുടെ ഇതിലെന്ത് മണ്ടരി എന്ന് പറയുന്ന ഒരു അസുഖം, മണ്ടരി എന്ന് പറയാം ഞങ്ങളിവിടെ, കറുപ്പ് കളറിൽ നിറച്ചിരിക്കുന്നു, അത് വരില്ല കേട്ടാ പയറിന്. അത് നോക്കി വയ്ക്കോളൂ. ഇവിടെ നമുക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല, അത് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ കേട് വരാതിരിക്കരുത് കേട്ടോ, അതിന് മുന്നേ തന്നെ ചെയ്തോളൂ. ഈ ഒരു സമയമാകുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ തളിച്ച് കൊടുത്തു തുടങ്ങണം. കേട് വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫലം കിട്ടില്ല. അതിനേക്കാൾ മുന്നേ ചെയ്തോ. ഈ ഒരു 2 ഇല വന്ന് അടുത്ത 2 കണ്ട ഇല വരുമ്പോഴേക്കും ചെയ്ത് തുടങ്ങണം കേട്ടോ.
ഇനി നമുക്ക് പറിക്കാനുള്ളതായിട്ട് നമ്മുടെ ഈ ഒരു തടം മാത്രമുള്ളൂ നമുക്ക് കൂർക്ക തല പറിക്കാനായിട്ട്. ബാക്കി എല്ലാം നമ്മുടെ പറക്കൽ കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം എന്താ പറയുക, ഒരുവിധം കൂർക്കൊണ്ട് വയ്ക്കാൻ പറ്റാവുന്ന കറികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ കൂർക്കയുടെ സമയത്ത് മാത്രമായിട്ട് അത് വെക്കുക. ഇന്ന് പക്ഷെ നമ്മൾ വെക്കുന്നത് നമ്മുടെ മറ്റേ യൂണിക് ഫാമിലി 2.0 നമ്മൾ വെച്ചിട്ടുള്ള കറി വഴുതിനയും കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. സബോള ചെറുതായിട്ട് മുള വന്നു തുടങ്ങി. നമ്മുടെ ഈ ഉള്ളിൻ തടത്തിൽ വലിയ കാര്യമായിട്ട് കളപ്പുല്ലൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ബീട്രൂട്ട്. നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ, ഇത് നമ്മുടെ അവിടെ ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കണേ. ഓരോ വളർച്ചയും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ എന്താ പറയുക ക്യാരറ്റ്. ക്യാരറ്റൊക്കെ നട്ട് കൊടുക്കണ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് തയ്യായിരുന്നു കണ്ടു. ഇപ്പോൾ ഇത്രയും വലുതായി കിട്ടി പിന്നെ പേടിക്കാനില്ല. ഞങ്ങൾ വളർന്നോളവർ അതുവരെ എന്താ പറയുക അതേപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ആക്കണമെങ്കിൽ. പിന്നെ നമ്മുടെ എന്താ പറയുക ഈ പന്തൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഈ പന്തൽ ഇട്ടുകൊണ്ടിരിക്കുക പെട്ടെന്ന് മഴയൊക്കെ പെയ്തിട്ട് നമ്മൾ ഓടിപ്പോയി. അന്നിടാൻ പറ്റില്ല. പിന്നെ പേരസൊക്കെയാണ് ഇട്ടത്. നല്ല രസമായിട്ട് ഈ ഒരു പന്തൽ. പക്ഷേ ഈ പന്തലിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മൾ നോക്കിയാൽ പാഷൻ ഫ്രൂട്ടാണ് പടരുന്നത്. പാഷൻ ഫ്രൂട്ട് ഇവിടെ അടിയിൽ തന്നെ ചുറ്റി കിടന്നൊക്കെയായിരുന്നു. അതിനങ്ങനെ തന്നെ എടുത്ത് മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ കയറ്റി കെട്ടി വെച്ചു. ഞാൻ വിചാരിച്ചു വല്ല എന്താ പറയുക ഒടിവും മുറിവൊക്കെ ഉണ്ടായിട്ട് അത് അവിടെ നിന്ന് നാശമായി പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. ആ കയറ്റി വെച്ചത് അതേപോലെ തന്നെ നോക്കിയാൽ പടർന്നിങ്ങോട്ട് പോന്നു. അതിന് പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിട്ടും. പക്ഷേ പാഷൻ ഫ്രൂട്ടിന് നല്ല വെയിൽ വേണം. ഈ ഭാഗത്ത് ഇത്തിരി വെയിൽ കുറവുണ്ട്. അതിൻ്റെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാവണ ഒരു പാഷൻ ഫ്രൂട്ട് തന്നെയാണ് ഈ തൈ. എന്നിട്ട് ഐസനാണ് നമ്മുടെ പിന്നെ നടക്കണ പേലിക്കുട്ടി അവിടെ കിടന്നു. അയ്യടാ പറഞ്ഞപ്പോഴേക്കും പേലിക്കുട്ടി ഓടി വരും. ഞാൻ കിടന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് പേലിക്കുട്ടിക്ക് പറ്റണതല്ല. ഇത് പുല്ല, കളപ്പുല്ല്. എന്താ നിനക്ക് തിന്നാൻ പറ്റിയ പുല്ലുണ്ട്? എന്താ നോക്കിക്കോ. തിന്നെ. ഇത്രയധികം പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് അവർ നടക്കണം. എന്നിട്ട് ആ പുല്ല് ഒന്നും തിന്നാൻ പറ്റിയില്ല. ഞാൻ വലിച്ച കളപ്പുല്ല് മാത്രം വേണം അവർക്ക് കഴിക്കാൻ കിട്ടാൻ. പേളിക്കെല്ലാം മനസ്സിലാവും. ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞില്ലേ, അവൾ ആ സെക്കൻഡിൽ തിന്നിൽ നിർത്തിയിട്ട് നോക്കി ആർത്തിലത്തെ പുല്ല് തിന്നാൻ നോക്കി. എന്നല്ലേ മനസ്സിലാവും അവൾക്ക്. നമ്മളെ ഇപ്പോൾ കപ്പലിൻ്റെ നട്ടു കൊടുത്തു. നമ്മൾ നനച്ചു കൊടുക്കണം. അപ്പോൾ മോട്ടറടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേ കറണ്ട് പോയി. അപ്പോൾ നമ്മളിവിടെ വെള്ളം ഡ്രമ്മിലാക്കി വെക്കാറുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുക്കുകയും നനയ്ക്കാൻ. നന്നായി നനച്ച് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ തലക്കാലം ഇങ്ങനെ നനയ്ക്കണോ. ഇനി കറണ്ട് വരുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് നനയ്ക്കും കേട്ടോ. ഒരു ബക്കറ്റും കൂടി വെള്ളം എടുക്കണം. ഒരു നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറണ്ട് വരുമ്പോൾ ഒന്നുകൂടി നനയ്ക്കണം. നമുക്ക് പ്രതീക്ഷിക്കാത്ത ചേനയും കിട്ടി. ഇപ്പോൾ തൊട്ടേ കളയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേനകൾ നമ്മൾ അവിടെ ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് എവിടെയാണ് നട്ടോണമെന്നൊന്നും അറിയില്ല. ഉണങ്ങി പോയി കഴിയുമ്പോൾ ആ ഒരു സൈഡിൽ നമുക്കറിയാം ഒരു വരിയെ നട്ടിട്ടുള്ളത്. ഇവിടെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അറിയില്ല. അതാണ് ഇങ്ങനെ കിട്ടണേ. അപ്പം ഞാൻ വീട്ടിൽ പോവാ.
നടക്കുവോ പേടിക്കുട്ടിയെ? റൊണാൾഡോ മോനെ ഇനിയിപ്പോൾ വരാട്ടമ്മ. മർഡോണ മോനോട് കൂടിയിട്ടാട്ടോ പറഞ്ഞത്. കുറച്ച് ചെറിയൊരു പണിയുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞിട്ട് വരാം കേട്ടാ. നമ്മുടെ കോഴി ബാബകളിലേക്ക് നോക്കി നിന്നോ. കോഴികളേക്ക് നോക്കി നിൽക്കട്ടാ റൊണാൾഡോ. അത് എല്ലാവരും അവിടെ കിടക്കണ്ടേ, ചെല്ലിപ്പോരാ. ഷായിട്ടിനെ അവിടെ കുറച്ച് പുല്ലൊക്കെ ചെത്തി കൂട്ടിയിട്ടുണ്ട്. ചവറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ വാരിയിട്ട് നമ്മുടെ മുളകിൻ്റെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുതായിട്ടൊരു മഴ തൂളിയിട്ടാ. നമ്മുടെ അവിടെ മഴ എല്ലായിടത്തും നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ തൃശ്ശൂർ അങ്ങനെ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. എങ്കിലും ചെറുതായിട്ടൊരു തൂളിച്ച കിട്ടിയെന്ന്. അത് നന്നായിട്ട് ഭൂമി നനയാവുന്ന രീതിയിൽ തന്നെ പെയ്തു പോയി. ഷായിട്ടിനെ ഇങ്ങനെ ചെത്തി കൂട്ടിക്കിടാൻ പറ്റും. പക്ഷേ ഈ മുളകിൻ്റെ കടക്കിലേക്കൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ബക്കറ്റിൽ കോരിയിട്ട് ഇട്ടാൽ ഇനി ശരിയാവുള്ളേ. മണ്ണും ഉണ്ടാവും ചവറും ഉണ്ടാവും, എല്ലാം കൂടി ആകുമ്പോൾ നല്ലതാ മുളകിന്. നമ്മൾ മുളകിന് ശരിക്കും ചെയ്യണ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചെത്തി കൂട്ടുന്നതിടും, ചവറിടും, അടിച്ച് വാരിയിടുന്നതും ഒക്കെ ഇടും, കോഴിക്കാട്ടിടും, അതിന് മുകളിൽ കുറച്ച് മണ്ണിടും. ഇതൊക്കെയാണ് നമ്മുടെ മുളകിന് നമ്മൾ ശരിക്കും ചെയ്യണ വളം എന്ന് പറയണത് കേട്ടാ. ഒരു 5-6 ബക്കറ്റിൻ്റെ അടുത്തേക്ക്, 6 ബക്കറ്റല്ല, ഒരു 8 ബക്കറ്റ് അടുത്തേക്കൊക്കെ ഉണ്ടാവും. അതിട്ട് വരുമ്പോഴേ നമ്മുടെ മുളകിൻ്റെ ഏതാണ്ട് കുറച്ച് ഭാഗത്തേക്കുള്ളതായി. അപ്പോൾ നമ്മുടെ ചെത്തി കൂട്ടിയതൊക്കെ വാരിയുള്ളത് കഴിഞ്ഞു. ഇനിയുണ്ടല്ലോ നമ്മുടെ വീട്ടിലത്തെ സുന്ദരിച്ചിര കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്നും വിചാരിക്കട്ടെ കാണിച്ചു തരണം എന്നുള്ളത്, വിട്ടുപോകായിരുന്നു. ഇതേ സുന്ദരിച്ചിര എത്രയോ വലുതായി കണ്ടോ, വലുതായിട്ടുണ്ട്. നമ്മൾ കുറേ മുന്നേ വെച്ച് സുന്ദരിച്ചീര. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ചെറിയൊരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ സുന്ദരിച്ചീര ഇപ്പോൾ ചെറിയൊരു തൈ കൂടി നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ പുല്ലൊക്കെ ഉണ്ട്, അതൊന്ന് വലിച്ചെടുക്കുക. കാലിൻ്റെ അടിയിലേ എന്താ പറയുക, ചെരുപ്പിൻ്റെ അടി, കാലിൻ്റെ അടിയിലെ ചെരുപ്പിൻ്റെ അടി നന്നായിട്ട് മണ്ണ് കട്ട പിടിക്കുക. നടക്കുമ്പോൾ കാലിന് ഭയങ്കര വെയിറ്റ് അത് കാരണം. മഴ പെയ്ത കാരണേ കണ്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു കളപ്പുല്ലുണ്ട്, അതൊന്ന് വലിച്ചു കളയട്ടെ. ചെത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഷൈഡൊക്കെ കൈക്കോട്ടുകൊണ്ട് ചെത്തി എന്താ പറയുക ഇങ്ങനെ കൂട്ടിയിടും. പക്ഷെ ഇതിൻ്റെ ഇടയിലൊന്നും ഷൈഡിനോണ്ട് പറ്റില്ലല്ലോ.
ഇതൊക്കെ നമ്മൾ പിന്നെ കൈ കൊണ്ട് തന്നെ വലിക്കും വേണേ, കൈക്കോട്ട് കൊണ്ട് ചെല്ലാനും പറ്റില്ല. സുന്ദരി ചീരയും നമ്മുടെ ചുവപ്പ് ചീര കേട്ടാ. നമ്മളെന്നും വലിക്കണ കാരണം അധികം പുല്ലൊന്നുമില്ല, അവിടെ ഇവിടേക്ക് വരുമെന്നുള്ളൂ. അപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയല്ല സുന്ദരി ചീര കാണാനായിട്ട്. അപ്പോൾ പറമ്പിലത്തെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. ഇനിയിപ്പോൾ ഇന്ന് അങ്ങനെ ഒന്നും കാര്യമായിട്ട് ചെയ്യില്ല. അമ്മയുടെ സുന്ദരന്മാർ കണ്ടോ, നല്ല മക്കളായിട്ട് കിടക്കുന്നുണ്ടോ എല്ലാവരും? കിടന്നോട്ടോ, എല്ലാവരും തൊടട്ടെ, കിടന്നോട്ടാ. കല്യാണിക്കുട്ടി നല്ല പണിയില്ലല്ലോ. കല്യാണിക്കുട്ടി എന്നിട്ട് പണിയെന്ന് അറിയാം തന്നെ. ഇതൊരു മച്ചിങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇത് ആരെങ്കിലും കൊണ്ടുപോയാലോ? നമ്മുടെ എവിടെ 2 പേര് മറന്നോണം മോനെ വെയിലത്ത് എടുക്കണ്ടല്ലോ. എന്താ പിണക്ക് കൂടുതലായിട്ട് കിടക്കണ? പറമ്പി കൊണ്ടുപോകാത്ത തന്നെ. പറമ്പില്ല, എൻ്റെ മക്കളൊന്നും പിണങ്ങില്ല അല്ലേ, എൻ്റെ കുട്ടികൾ പിണങ്ങില്ല. ഇരുന്നോട്ടാ, എന്തോ കാര്യമായിട്ട് മണപ്പിക്കണ്ടല്ലോ. ശരി ശരി, ഇവിടെ കിടന്നോ, വെയിലത്ത് കിടന്നോ കുറച്ച് നേരം. ഒരാൾ തൊടുമ്പോൾ എല്ലാവരും ഓടി വരിക. കിടന്നോട്ടാ. റൊണാൾഡോ മോനെ ഇത്തിരി കൂടി ഇത് കൂടുതലാ. അവനെല്ലാത്തിനും പ്രത്യേക കെയർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട് അവന്. കിടന്നോ. ഹലോ 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 ഹലോ. കല്യാണിയുടെ മുഖത്തൊക്കെ ചിരി. ആരെന്നാണ് അവൻ സ്വന്തമാക്കി നോക്കണേ? നാളികേരത്തിന് വച്ചിങ്ങ. അപ്പൊ ഇനി ഞങ്ങളിത് ഭക്ഷണം കേട്ടാ. ഇന്ന് സൂപ്പർ ഫുഡാട്ടാ നമ്മുടെ. മീൻ പൊരിച്ചതല്ലാട്ടത്, വഴുതനങ്ങ. പിന്നെ നമ്മുടെ പീച്ചിങ്ങ. അടിപൊളി കറിയത്. നല്ല രസാ പീച്ചിങ്ങ, എങ്ങനെ വെച്ചാലും കഴിക്കാനായിട്ട്. മീൻ പിന്നെ നമ്മുടെ അവിടുത്തെ ഇല്ലാട്ടാ, ഇത് പുറത്തെയാ. വഴുതനങ്ങ കൊണ്ടുള്ള ഈ ഒരു ഇതില്ലേ ഒന്ന് എല്ലാവരും നോക്കിയോളോട്ടാ, അടിപൊളിയാണ്. നല്ല രസാ ഇത് ഉണ്ടാക്കുന്നത്. കാണിക്കില്ലേ രസാടാ, അത് ഇങ്ങനെ ഈ ഒരു ഒറ്റടി കഴിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മളുണ്ടല്ലോ യൂണിക് ഫാമിലി 2.0 വഴുതനങ്ങ കറിയാണ്. ഈ കറി എന്ന് പറഞ്ഞാൽ ഒരു 60 എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 3 ദിവസം വരെ കേടാവാതെ ഇരിക്കട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടാ. ദിനുവിൻ്റെ മക്കൾക്കാണ് നമുക്ക് ഹായ് പറയാനുള്ളത്. ദേവദർശ് രതീഷ്, മകള് ആദവിക രതീഷ്, 2 പേർക്കും ഹായ് കേട്ടാ. ജയശ്രീ രംഗിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഡിസംബർ 1 അപ്പോൾ നമുക്ക് അന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡിസംബർ 1 ബർത്ത്ഡേ ആഘോഷിച്ച ജയരംഗിന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. അനുബാബ് ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം കേട്ടോ.